നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS, CPAS, AMCS, FNCK, PNC MAC തുടങ്ങിയ അസോസിയേഷനുകളിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലെ ഫീസായിട്ട് ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് നൽകേണ്ട ഫീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 2024 BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി LBSന്റെയും CPASന്റെയും ആപ്ലിക്കേഷനുകൾ മാത്രമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. PNC MAK വഴിയും AMCS, FNCK വഴിയുമുള്ള BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷനുകൾ ഉടൻ സ്റ്റാർട്ട് ചെയ്യും. LBSന്റെയും CPASന്റെയും പ്രോസ്പെക്ടസ് വെബ്സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ LBSലും CPASലും അഡ്മിഷൻ ലഭിച്ചാൽ നൽകേണ്ട ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ് എന്നിവയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. CPASലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം കൗൺസിലിംഗിന് വേണ്ടി ഗാന്ധിനഗറിലുള്ള സെന്ററിലേക്ക് ക്ഷണിക്കും. കൗൺസിലിംഗിന് വേണ്ടിയുള്ള മെസ്സേജ് നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കാണ് വരുന്നത്. അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ ഫീസ് മുഴുവൻ നൽകേണ്ടതായിട്ടുണ്ട്. ജനറൽ, EWS, OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ട്യൂഷൻ ഫീസായിട്ട് 83,025 രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് 30,300 രൂപയുമാണ് നൽകേണ്ടത്. ഇതുകൂടാതെ ടെക്സ്റ്റ്, യൂണിഫോം, ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ് എന്നിവയും നൽകണം. ഒരു വർഷത്തെ ടെക്സ്റ്റിനും യൂണിഫോമിനും ഏകദേശം 6,000 രൂപയോളം ആകും. ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഓരോ കോളേജിനെയും ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസമുണ്ട്. 5,500 രൂപ മുതൽ 7,000 രൂപ വരെയാണ് ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും. ചില കോളേജുകളിൽ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഒരു വർഷത്തെ മുഴുവനും ഒന്നിച്ച് അഡ്മിഷൻ സമയത്ത് തന്നെ നൽകണം. ചില കോളേജുകളിൽ ഓരോ മാസവുമാണ് ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും നൽകേണ്ടത്. ഓരോ കോളേജിനെയും അപേക്ഷിച്ച് അത് വ്യത്യാസമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ജനറൽ, EWS, OBC വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് CPASൽ അഡ്മിഷൻ ലഭിച്ചാൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ 1,30,000 രൂപയോളം നൽകേണ്ടതായിട്ടുണ്ട്. AMCS, FNCK, PNC MAC തുടങ്ങിയ അസോസിയേഷനുകളുടെ 2024 പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ജനറൽ, EWS, OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് AMCS, FNCKയിലും PNC MACലും CPASലേതുപോലെ തന്നെ ഫീസ് ആയിരിക്കും. CPASൽ NRI സീറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഫീസായിട്ട് 95,000 രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് 30,300 രൂപയും ടെക്സ്റ്റ്, യൂണിഫോം, ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ് എന്നിവ ഉൾപ്പെടെ 1,50,000 രൂപയോളം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിൽ ഉള്ളവർക്ക് CPASൽ അഡ്മിഷൻ ലഭിച്ചാൽ അഡ്മിഷൻ ഫീസായിട്ട് 1,000 രൂപയും കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 10,000 രൂപയും നൽകണം. കോഷൻ ഡിപ്പോസിറ്റ് റീഫണ്ടബിൾ ആണ്. ടെക്സ്റ്റ്, യൂണിഫോം, ഹോസ്റ്റൽ, മെസ് ഫീസ്, അതർ ഫീസ് ഇനത്തിൽ 50,000 രൂപയോളം അഡ്മിഷൻ സമയത്ത് തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കുമ്പോൾ ഈ ഫീസ് അവർക്ക് തിരികെ ലഭിക്കുന്നതാണ്. LBSലും CPASലും അഡ്മിഷൻ ലഭിക്കുന്ന SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതേ ഫീസ് തന്നെയാണ് നൽകേണ്ടത്. ജനറൽ, EWS, OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് LBSലെ പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ ട്യൂഷൻ ഫീസായിട്ട് 73,025 രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് 23,300 രൂപയുമാണ് നൽകേണ്ടത്. അതുകൂടാതെ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 10,000 രൂപയും ടെക്സ്റ്റ്, യൂണിഫോം, ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ് എന്നിവ ഉൾപ്പെടെ 1,25,000 രൂപയോളം ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നൽകണം. ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ് ഓരോ കോളേജിനെയും ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസമുണ്ട്. 5,500 രൂപ മുതൽ 7,000 രൂപ വരെ ഹോസ്റ്റൽ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. LBSലെ ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന OBC, EWS, ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 23,170 രൂപയാണ് വാർഷിക ഫീസായിട്ട് നൽകേണ്ടത്. ഇതുകൂടാതെ ടെക്സ്റ്റ്, യൂണിഫോം, ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ് എന്നിവയും നൽകേണ്ടതായിട്ടുണ്ട്. ഹോസ്റ്റൽ ഫീസ് ഓരോ കോളേജിനെയും ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസമുണ്ട്. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ടോക്കൺ ഫീസായിട്ട് അടച്ചിട്ടുള്ള തുക നിങ്ങളുടെ ഫീസിൽ നിന്ന് കുറച്ചതിന് ശേഷം ബാക്കി തുകയാണ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നൽകേണ്ടത്. അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ കോളേജിൽ ലഭിക്കുന്ന കുട്ടികൾ ടോക്കൺ ഫീസായിട്ട് നൽകേണ്ട തുകയെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾക്ക് കോളേജുമായി കോൺടാക്ട് ചെയ്ത് അവർ അഡ്മിഷൻ സമയത്ത് നൽകേണ്ട ഫീസിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ കുട്ടികളും അഡ്മിഷൻ സമയത്ത് കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓരോ വിഭാഗത്തിൽ ഉള്ളവരും നൽകേണ്ട ഫീസിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അത് തയ്യാറാക്കി വെക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.